യാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മശിഹ കൈക്കൊണ്ടീകർമ്മം കാരുണ്യം ചെയ്ക ആശ യാൽ ഞങ്ങളെ രക്ഷിച്ചോൻ മശിഹ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചക്രവർത്തി താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ അടുക്കൽ വിളിച്ചു പറഞ്ഞ 3 ആഗ്രഹങ്ങൾ ഇപ്രകാരമായിരുന്നു. ഒന്നാമത്തെ ആഗ്രഹം, എൻ്റെ ശവശരീരം ചുമക്കുന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണമെന്നത്. രണ്ടാമത്തെ ആഗ്രഹം, എൻ്റെ ശവശരീരം കൊണ്ടുപോകുന്ന വഴികളിൽ ഞാൻ സമ്പാദിച്ച പൊന്നും വെള്ളിയും രത്നങ്ങളും വിതരണമെന്നുള്ളത്. മൂന്നാമത്തെ ആഗ്രഹം, ശവപ്പെട്ടിയുടെ സൈഡിൽ 2 ഹോളിട്ട് എൻ്റെ 2 കൈകളിലും അതിലൂടെ പുറത്തേക്ക് മലർത്തിയിടണം. ഇത് കേട്ട് സൈനാധിപൻ ചക്രവർത്തിയോട് കയ്യിൽ ചുംബിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും തീർച്ചയായും ഞങ്ങൾ സാധിച്ചു തരും. എന്നാൽ അങ്ങ് ദയവായി എന്തുകൊണ്ടാണ് ഈ വിചിത്രമായ ആഗ്രഹങ്ങൾ പറഞ്ഞത് എന്ന് ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചു. ഇതിന് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: എന്നെ ചികിത്സിച്ചത് എൻ്റെ വൈദ്യന്മാരാണ്. അവർ എൻ്റെ ശവശരീരം കൊണ്ടുപോകുമ്പോൾ ലോകം പറയും, യാതൊരു വൈദ്യനും എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല എന്ന്. അത് കാണുമ്പോൾ മനുഷ്യൻ്റെ ജീവൻ്റെ വില അവൻ മനസ്സിലാക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ച സ്വർണത്തിനോ പൊന്നിനോ ഒന്നും തന്നെ ഞാൻ കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ശരീരം കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ അവ നിലത്തിട്ട് ചവിട്ടുമ്പോൾ ഈ ലോകം അറിയും, പണം സമ്പാദിക്കുവാൻ വേണ്ടി ചിലവാക്കിയ സമയം മുഴുവൻ വെറുതെയാണ് എന്നത്. എൻ്റെ കൈകൾ 2 പെട്ടിയുടെ പുറത്ത് കിടക്കുന്നത് ലോകം കാണുമ്പോൾ അവർ അറിയണം, ഞാൻ നേടിയതും വെട്ടിപ്പിടിച്ചതൊന്നും തന്നെ എനിക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകുവാനായിട്ട് സാധിക്കില്ല എന്ന്. നാം ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം ജീവിത വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്കിടയാകണം. ഞാനും ദൈവവുമായുള്ള ബന്ധത്തെ കൂടുതൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധനായ ലൂക്കോസ് ഏവങ്കേലിയോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്, സക്കായി. സക്കായി എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായത് എന്നാണ്. എന്നാൽ വാക്കിൻ്റെ അർത്ഥം പോലെ അത്ര വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ സക്കായിക്ക് സാധിച്ചിരുന്നില്ല. ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായി സമ്പത്തേറെ ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ തള്ളപ്പെട്ടവനായിരുന്നു. എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട സക്കായി യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യേശുവിനെ കാണുവാൻ സക്കായി മുമ്പേ ഓടിയെന്ന്. ആൾക്കൂട്ടത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി കാട്ടത്തി വൃക്ഷത്തിൽ കയറി അവൻ യേശുവിനെ കാണുകയാണ്. തൻ്റെ മുമ്പിലുള്ള സകല തടസ്സങ്ങളെ അതിജീവിച്ച് സക്കായി യേശുവിനെ കാണുമ്പോൾ ഒരിക്കൽ പോലും അവൻ ചിന്തിച്ചിട്ടുണ്ടാകില്ല യേശു തമ്പുരാൻ അവനെ കാണുമെന്ന്. യേശു സക്കായിയെ വിളിക്കുന്നതായി നാം കാണുകയാണ്. അവൻ്റെ വീട്ടിൽ താമസിക്കുവാനായി യേശു ആഗ്രഹിക്കുന്നു. സക്കായി മരത്തിൻ്റെ കൊമ്പിൻ്റെ കൈവിട്ട് കർത്താവിൻ്റെ കൈ പിടിച്ച് യാത്രയാകുമ്പോൾ അവൻ അറിയാതെ തന്നെ ക്രിസ്തുവിൻ്റെ ഭാവം അവനിൽ ഉളവാകുകയാണ്. നമുക്കും ഈ ലോകത്തിൻ്റെ ചില മോഹങ്ങളെയും നേട്ടങ്ങളെയും വിട്ട് കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സഞ്ചരിക്കാം. ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നാം എന്നും സുരക്ഷിതരാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.